കാറ്ററിംഗ് സർവീസ് മേഖലയിൽ 15 വർഷത്തെ പരിചയ സമ്പത്തോടെ പാലക്കാടിന്റെ പ്രശസ്തമായ കാറ്ററിംഗ് ആൻഡ് ഈവന്റ് മാനേജ്മെന്റ് സ്ഥാപനം. നിങ്ങളുടെ ജീവിതത്തിലെ ആനന്ദകരമായ മുഹൂർത്തങ്ങൾ ആഘോഷമാക്കാൻ ഇനി ഞങ്ങളുമുണ്ട് കൂടെ. വിശ്വസ്തയോടും ഗുണമേന്മയോടും ഉത്തരവാദിത്വത്തോടും കൂടി വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ വിഭവങ്ങൾ തയ്യാറാക്കുന്നു. വ്യത്യസ്തവും വൈവിധ്യമാർന്നതുമായ രുചിഭേദങ്ങളോടെ ഇനി നിങ്ങളുടെ ആഘോഷങ്ങൾ ആനന്ദകരമാക്കാം. വിരുന്നൊരുക്കാൻ ഞങ്ങളുണ്ട് നിങ്ങളുടെ ആഘോഷങ്ങൾക്കായി. ഹാപ്പി മെനു കാറ്ററിംഗ് ആൻഡ് ഈവന്റ് മാനേജ്മെന്റ്, പാലക്കാട് ആൻഡ് കോയമ്പത്തൂർ. ഫോൺ 9496324011 9400143333. ഹാപ്പി മെനു ഫോർ ഹാപ്പി ഫാമിലി. പ്രഥമ പാറക്കോട്ട് കുമാരൻ അവാർഡ് നേടിയ പി വേണുഗോപാലിനെ ബി.ജെ.പി. ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി അനുമോദിച്ചു. ബി.ജെ.പി. ജില്ലാ സെക്രട്ടറി കൂടിയാണ് വേണുഗോപാൽ. മികച്ച പൊതുപ്രവർത്തകനുള്ള അവാർഡാണ് വേണുഗോപാലിന് നൽകിയത്. മണ്ഡലം പ്രസിഡന്റ് അനൂപിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ബി.ജെ.പി. മധ്യമേഖലാ സെക്രട്ടറി ടി ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് കെ.വി. ജയൻ, ജില്ലാ ട്രഷറർ എം. സുരേഷ് ബാബു, എസ്.ടി. മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ. പ്രമോദ് കുമാർ, ബി.ജെ.പി. മണ്ഡലം സെക്രട്ടറി എ. അനിത, കെ.പി. ജയന്തി, എം. മോഹൻദാസ്, ടി. ഷാജി, ടി. ലത, കെ. ശാന്തകുമാരി, സുരേഷ് കോണിക്കൽ, കെ. പ്രവീൺ കാട്ടാന, രാജശേഖരൻ എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. രണ്ട് തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ ശ്രദ്ധിച്ചു. ഒന്ന്, അനുഭവം കൊണ്ട് പലതും പഠിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയക്കാരനാവുന്നതും. ഒന്ന്, മറ്റെല്ലാ സുഖസൗകര്യങ്ങളും കിട്ടി ചില പേരിന് വേണ്ടി രാഷ്ട്രീയത്തിൽ നിന്ന് അവരുടെ ഒരുപക്ഷെ തലമുറകളുടെയോ മുൻപുള്ള ആളുകളുടെയോ കാരണത്താലോ അവരുടെ പേരിലോ രാഷ്ട്രീയത്തിലെത്തുന്നതാണ്. ആ രണ്ടുപേരെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നരേന്ദ്രമോദിയെയും രാഹുൽ ഗാന്ധിയെയും താരതമ്യം ചെയ്യും. നരേന്ദ്രമോദി എന്നുള്ള വ്യക്തി വളരെ സാധാരണക്കാരനായി സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് അദ്ദേഹം പടിപടിയായിട്ട് അദ്ദേഹം ഒരു പ്രധാനമന്ത്രി ആവാൻ വേണ്ടിയിട്ടല്ല പ്രവർത്തിച്ചത്. ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുണ്ടായി. അദ്ദേഹം പ്രവർത്തിച്ച് അദ്ദേഹം അവസാനം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയപ്പോൾ നമ്മുടെ നാടിൻ്റെ വിഷമം അറിയാൻ പ്രത്യേകിച്ച് ഒരു പരീക്ഷണങ്ങളോ അല്ലെങ്കിൽ ഗവേഷണങ്ങളോ ഒന്നും ആവശ്യം വന്നിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് സാധാരണക്കാരൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാം. ഒരേ സമയത്ത് സാധാരണക്കാരൻ്റെ ബുദ്ധിമുട്ട് അറിയുന്ന സമയത്തും ഇവിടെയുള്ള സമ്പന്നന് ആവശ്യമുള്ള കാര്യങ്ങളും അറിയാം. ആധ്യാത്മികമായുള്ള കാര്യങ്ങൾ അറിയുന്ന സമയത്തും അദ്ദേഹത്തിന് ശാസ്ത്രത്തിൻ്റെ ഒരു രംഗവും അദ്ദേഹം പാഴാക്കിയിട്ടില്ല, അത് വേസ്റ്റാണെന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് നമുക്ക് രാഹുൽ ഗാന്ധിയെ നോക്കുന്ന സമയത്ത് കാണാൻ കഴിയുന്നത് എല്ലാ സമ്പന്നതയിലും ജനിച്ച് അതിൻ്റെ എല്ലാ സുഖസൗകര്യവും കിട്ടി. എൻ്റെ അച്ഛനോ മുത്തച്ഛനോ ആ തലമുറകളൊക്കെ രാഷ്ട്രീയക്കാരായിരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നു. ഏറ്റവും അവസാനം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാൻ ഒരിക്കലും കഴിയില്ല എന്ന് വരുന്ന സമയത്ത് നിലവിലുള്ള സംവിധാനങ്ങളെ മുഴുവൻ തകർക്കാൻ നോക്കുന്നു.